0.1 ബിറ്റ്കോയിൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ പോലും അത് നമ്മുടെ ലൈഫിലെ ഒരു വലിയ ഗെയിം ചേഞ്ചർ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻവെസ്റ്റിംഗിൽ നിങ്ങളുടെ പഠനവും റിസർച്ചും ഇല്ലാതെ ആര് പറയുന്ന കാര്യങ്ങളും കോപ്പി ചെയ്യരുത്. നിങ്ങളുടെ ഡ്യൂ ഡെലിജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻവെസ്റ്റിംഗിൽ റിസ്ക്കും ഇൻവോൾവ് ആണ്. ഞാൻ മേജറായി 2 കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോകരുത്. വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണിക്കാനുള്ള ട്രിക്കൊന്നും അല്ല ഇത്. ഹാഫായിട്ടുള്ള ഇൻഫർമേഷൻ വളരെ വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ടാണ്. കാരണം ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ ബിറ്റ്കോയിനെ പറ്റിയാണ്. ഓൾ റൈറ്റ്. എൻവിഡിയ, ടെസ്ല, ആപ്പിൾ, മെറ്റ 2024 ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇതിലേത് കമ്പനിയാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നമ്മളിൽ മിക്ക ആളുകൾ പറയാൻ പോകുന്നത് എൻവിഡിയ തന്നെയായിരിക്കും അല്ലേ? അതെ, ഞാൻ ഈ തന്ന ലിസ്റ്റിൽ മറ്റേതൊരു കമ്പനി പെർഫോം ചെയ്തതിനേക്കാളും ഇരട്ടി പെർഫോം ചെയ്തിരിക്കുന്നത് എൻവിഡിയ തന്നെയാണ്. പക്ഷേ ഞാൻ ആ ലിസ്റ്റിലേക്ക് മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി ആഡ് ചെയ്താൽ എൻവിഡിയ 2ാം സ്ഥാനത്തേക്ക് പോകും. പക്ഷേ ഈ മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനിയെ പറ്റി എത്ര പേർ കേട്ടിട്ടുണ്ട്? എൻവിഡിയ ഉണ്ടാക്കിയ ഗ്രോത്തിനേക്കാൾ ഡബിൾ ആണ് മൈക്രോ സ്ട്രാറ്റജി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. അവർ ചിപ്സ് ഉണ്ടാക്കുകയോ കാർ വിൽക്കുകയോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്ത ഒരേ ഒരു കാര്യം, അവരെടുത്ത ഒരേ ഒരു ഡിസിഷൻ, ബിറ്റ്കോയിൻ വാങ്ങുക, ബിറ്റ്കോയിൻ വാങ്ങിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. ഗവൺമെന്റുകൾ അവരുടെ ആവശ്യത്തിന് കറൻസി പ്രിന്റ് ചെയ്യുന്നു, ആളുകളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, രാജ്യങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, ടാക്സ് കൂട്ടുന്നു, കുറയ്ക്കുന്നു, ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു, ഇൻട്രസ്റ്റ് റേറ്റ്സ് കൺട്രോൾ ചെയ്യുന്നു, ആളുകളുടെ കയ്യിൽ നിന്നും ടാക്സ് വഴി പിടിച്ചെടുത്ത പണം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഇന്നും സംഭവിക്കുന്നു, സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ 2008 ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഒരു കൂട്ടം ആളുകൾ, അതല്ലെങ്കിൽ ഒരാൾ, നമുക്ക് ഇന്നും അറിയില്ല അതൊരു കൂട്ടം ആളുകളാണോ ഒരാളാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നു. ആ എൻറ്റിറ്റി ഗവൺമെന്റുകൾക്കെതിരെ ഒരു നീക്കം നടത്തുന്നു. അതായിരുന്നു ബിറ്റ്കോയിൻ. ഞാൻ ഈ വീഡിയോയിൽ എന്തുകൊണ്ട് ബിറ്റ്കോയിന് ഞാൻ വലിയൊരു ഭാവി കാണുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് എൻ്റേതായിട്ടുള്ള വളരെ ഡീപ്പായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന 2 കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള സംശയങ്ങളും ഉണ്ട്. മേ ബി അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ എന്ത് തന്നെയായാലും ഞാനിവിടെ പറയുന്നതെല്ലാം എൻ്റെ കണക്കുകളും കാൽക്കുലേഷൻസുമാണ്. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്രിപ്റ്റോയിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും നന്നായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് മാത്രം മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഡ്യൂ ഡെലിജൻസ് അത്യാവശ്യമാണ്. ഇവിടെ റിസ്ക് ഇൻവോൾവ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറിനെ സമീപിക്കുക, പൈസ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. സോ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ മേജറായിട്ട് ഡെപ്തിൽ 2 പോയിന്റ്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. ഒന്നാമത്തെ പോയിന്റ്, ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ഇനി ജീവിക്കാൻ പോകുന്നതായിട്ടുള്ള 90% ആളുകളും ഒരു ഹോൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യാൻ പോകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഇൻ ഡെപ്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 100 പൈസയാണ് 1 രൂപ എന്ന് പറയുന്നത് പോലെ ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 100 മില്യൺ സത്തോഷീസ് ആണ്. അതായത് 10 കോടി സത്തോഷി ചേരുമ്പോഴാണ് ഒരു ബിറ്റ്കോയിൻ ആവുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 2 സത്തോഷി വാങ്ങാൻ ഏകദേശം 1 രൂപ വിലയുണ്ട്. 10 കോടി സത്തോഷിയാണ് ഒരു ബിറ്റ്കോയിൻ എന്ന് ഓർക്കണം. അപ്പോൾ ലോകത്തിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ളതും ഇനി ജീവിക്കാൻ പോകുന്നതുമായിട്ടുള്ള ആളുകളിൽ 90% ആളുകളും ഒരു ഹോൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിന് ഇത്ര വിലയുള്ളത് കൊണ്ട് മാത്രമല്ല, വേറെയും ഉണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ഇന്ന് ഒരു ബിറ്റ്കോയിന് ഏകദേശം 1 കോടിയുടെ അടുപ്പിച്ച് വിലയുണ്ട്. നേരെ പോയി ഇന്ന് 1 കോടി രൂപ കൊടുത്ത് ഒരു ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ട്. മേ ബി 2-3% ആളുകൾ. അവരെ നമുക്ക് മാറ്റി നിർത്താം. ഇനി ബിറ്റ്കോയിനെ പറ്റി ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇനി അറിഞ്ഞിട്ടും ബിറ്റ്കോയിനിൽ വിശ്വാസമോ ബിലീഫോ ഇല്ലാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകളും ഉണ്ട്. നമുക്ക് ഇവരെയൊക്കെ മാറ്റി നിർത്താം. ഇത്രയും പേരെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ വലിയൊരു പോപ്പുലേഷൻ മാറി. പക്ഷേ നമ്മൾ ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട. ബിറ്റ്കോയിനിൽ നല്ല വിശ്വാസമുള്ള, നല്ല ഹോപ്പുള്ള, സാധാരണ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കൺസിഡർ ചെയ്താൽ അവരെല്ലാവരും എല്ലാ മാസവും വളരെ ചെറിയൊരു പോർഷൻ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പോലും ഒരു ബിറ്റ്കോയിൻ എന്ന സ്റ്റേജിലേക്ക് എത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാ മാസവും 5000 രൂപ വീതം ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന് കരുതുക. ഇന്ന് ഞാൻ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 10,000 സത്തോഷി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഓരോ ദിവസവും ബിറ്റ്കോയിൻ എക്സ്പെൻസീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത മാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന 5000 രൂപ കൊണ്ട് എനിക്ക് 10,000 സത്തോഷി മേടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. മേ ബി 9,000 9,500 സത്തോഷി മാത്രമേ വാങ്ങിക്കാൻ സാധിക്കൂ. ചില സമയങ്ങളിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് താഴോട്ട് വരാറുണ്ടെങ്കിൽ പോലും ഒരു ബ്രോഡ് പിക്ചർ എടുത്താൽ ഇതിന്റെ ഗ്രോത്ത് അസ്റ്റോണിഷിംഗ് ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു നോർമൽ SIP ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കലും ബിറ്റ്കോയിനിന്റെ ആ ഒരു പേസിൽ എത്താൻ പോകുന്നില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പണം, നമ്മുടെ ഏർണിംഗ് ലെവൽ, നമ്മുടെ ഇൻക്രിമെന്റ്, ഇതെല്ലാം ഈ കറൻസിയുടെ വേൾഡിലാണ്. അതിന്റെ ഗ്രോത്ത് ഒരിക്കലും നമ്മുടെ ബിറ്റ്കോയിന്റെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ ഞാൻ ഇത് നമ്പേഴ്സിൽ പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വർഷം ബിറ്റ്കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ മാസവും 5000 രൂപ വീതമാണ്. എൻ്റെ ഈ കറൻസി വേൾഡിൽ അടുത്ത വർഷം എനിക്ക് ഇൻക്രിമെന്റ്, അതായത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇൻക്രിമെന്റ് കിട്ടിയിട്ട് വേണം എനിക്ക് 5000 എന്നത് 6000 ആക്കാൻ. പക്ഷേ എനിക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നത് വരെ ബിറ്റ്കോയിൻ വെയിറ്റ് ചെയ്യുന്നില്ല. അത് എക്സ്പ്ലോസീവ് ലെവലിൽ എക്സ്പെൻസീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്.
അടുത്ത വർഷം ഞാൻ 6000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് 5000 രൂപ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന അത്ര പോലും സത്തോഷി എനിക്ക് അടുത്ത വർഷം വാങ്ങിക്കാൻ സാധിക്കും എന്ന് വരില്ല. ഇങ്ങനെ ബിറ്റ്കോയിൻ്റെ പ്രൈസും നമ്മുടെ ഇൻകവും തമ്മിലുള്ള ഗ്യാപ്പ് ഓരോ ദിവസവും കൂടിക്കൊണ്ടേ ഇരിക്കുകയുമാണ്. ഒരു ബിറ്റ്കോയിൻ മുഴുവൻ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഫർദർ നമ്മുടെ അടുത്തു നിന്നും ദൂരോട്ട് പൊക്കൊണ്ടേ ഇരിക്കുകയുമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ടോട്ടൽ ബിറ്റ്കോയിൻ എന്നത് അൺലിമിറ്റഡ് അല്ല. നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് 21 മില്യൺ ബിറ്റ്കോയിൻസ് മാത്രമാണ്. ഈ മൈനിങ് എന്താണ് എന്ന് സംശയമുള്ളവർക്ക് ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക. പക്ഷേ പെട്ടെന്ന് ഒന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ പറഞ്ഞാൽ, നമ്മൾ സ്വർണ്ണമൊക്കെ മൈൻ ചെയ്ത് എടുക്കുന്നത് പോലെ തന്നെ ഡിജിറ്റലായിട്ട് ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷേ അവിടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് 21 മില്യൺ ബിറ്റ്കോയിൻ മാത്രമേ മൈൻ ചെയ്തെടുക്കാൻ സാധിക്കൂ എന്നാണ്. അതിന് മുകളിൽ ബിറ്റ്കോയിൻ നമുക്ക് മൈൻ ചെയ്യാനും സാധിക്കില്ല, ആ ഒരു നമ്പർ നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കില്ല. അതുമാത്രമല്ല, നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ ഇത്രയും നമ്പർ ഓഫ് ബിറ്റ്കോയിൻസ് പെട്ടെന്ന് മൈൻ ചെയ്തെടുക്കാനും സാധിക്കില്ല. 21 മില്യൺ ബിറ്റ്കോയിനും മൈൻ ചെയ്ത് തീരുന്നത് 2140 മാത്രമായിരിക്കും. അങ്ങനെയാണ് ബിറ്റ്കോയിന്റെ അൽഗോരിതം കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ 21 മില്യൺ ബിറ്റ്കോയിനും മൈൻ ചെയ്തെടുക്കാൻ ഇനി 115 വർഷം കൂടി ഉണ്ട് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ബിറ്റ്കോയിന്റെ സർക്കുലേഷൻ വളരെ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അപ്പോഴും ലിങ്ക് ആവാതെ നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയത് 0.1 ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. 90% ആളുകൾക്കും ഒരു ഹോൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പണത്തെപ്പറ്റി, അതായത് മണിയെപ്പറ്റി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇന്ന് ലോകത്തിലുള്ള ഒരു രാജ്യത്തും കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറൻസി പ്രിന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒന്നിനെ പണം അല്ലെങ്കിൽ മണി എന്ന് വിളിക്കണമെങ്കിൽ അതിന് വേണ്ട 8 ക്രൈറ്റീരിയ, അതല്ലെങ്കിൽ അതിന് വേണ്ട 8 ക്യാരക്ടറിൽ ഒന്നാണ് സ്കെയർസിറ്റി. സ്കെയർസിറ്റി എന്നാൽ ഈസിലി അവൈലബിൾ അല്ലാത്ത ഒരു സംഭവം. മണ്ണും കല്ലും ഇലയും ഒന്നും നമുക്ക് പണമായി യൂസ് ചെയ്യാൻ സാധിക്കാത്തത് അത് സ്കെയർസ് അല്ലാത്തതുകൊണ്ടാണ്. അത് ആർക്കും എപ്പോൾ വേണമെങ്കിൽ പോയി എടുക്കാൻ സാധിക്കുന്നത് കൊണ്ടും ആണ്. അപ്പോൾ കണക്കില്ലാതെ ഇഷ്ടം പോലെ അവൈലബിൾ ആവുന്ന ഒരു സാധനമാണ് പണം എങ്കിൽ അതിനെ പണമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ പണമായി കൺസിഡർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഫിയാറ്റ് കറൻസി എല്ലാം ലിറ്ററലി അൺലിമിറ്റഡ് സപ്ലൈ ആണുള്ളത്. ഈക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് വെക്കണം എന്നുള്ള നിയമം ഒരു രാജ്യം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ലിമിറ്റേഷൻസ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മണിയുടെ ഇവല്യൂഷൻ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത് എന്ന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മണിയെപ്പറ്റി ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. സിമ്പിളായി പറഞ്ഞാൽ മണി പ്രിന്റിംഗ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുന്ന ഈ ഒരു ലോകത്ത് പണത്തിൻ്റെ നെക്സ്റ്റ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും പോയിന്റ് ചെയ്യുന്നത് ബിറ്റ്കോയിനിലോട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.1 ബിറ്റ്കോയിൻ ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ഒരു വലിയ ലൈഫ് ചേഞ്ചർ ആയിരിക്കും എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പോയിന്റ് നമ്പർ 2, ഒരു കൺവെൻഷണൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലെ 10 തൊട്ട് 20 വർഷം വരെ സേവ് ചെയ്യാൻ ബിറ്റ്കോയിൻ സഹായിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് എൻ്റെ കണക്കും എൻ്റെ കാൽക്കുലേഷൻസും മാത്രമാണ്. നിങ്ങൾക്ക് 100% ഇതുമായിട്ട് ഡിസഗ്രി ചെയ്യാം. ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളും അതിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് 100% ഡിസഗ്രി ചെയ്യാനുള്ള റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ജോലി ഇന്ന് നമ്മുടെ ഭൂമിയിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ 20 തൊട്ട് 30 വർഷം വരെ സേവ് ചെയ്യാൻ ബിറ്റ്കോയിനെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. 20 വയസ്സായപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരാൾ. ഇന്ത്യയിലെ മീഡിയൻ വേജ് ഞാൻ മാറ്റി നിർത്തുന്നു. അയാളുടെ സ്റ്റാർട്ടിംഗ് ഇൻകം 30,000 രൂപയാണ് എന്ന് തന്നെ കരുതാം. എല്ലാ വർഷവും അയാൾക്ക് ജോലിയിൽ 5% ഇൻക്രിമെൻറ്റും കിട്ടുന്നുണ്ട് എന്നും കരുതാം. അപ്പോൾ എല്ലാ വർഷവും 5% ഇൻക്രിമെൻറ്റും കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിലും എല്ലാ വർഷവും 5% ഇൻക്രിമെൻറ്റും ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണത്തിന് കൃത്യമായിട്ട് 10% ആനുവൽ റിട്ടേൺസും അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. ഇങ്ങനെ കൃത്യമായി 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത് 4,97,00,000 രൂപയുടെ അടുപ്പിച്ചായിരിക്കും. 30 വർഷത്തിന് ശേഷം ഈ കിട്ടിയ പണം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സിറ്റിയിൽ 2 സെന്റ് പ്ലോട്ട് പോലും വാങ്ങിക്കാൻ സാധിക്കില്ല. ഇവിടെ ആ ആൾ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത്? ഇൻവെസ്റ്റ് ചെയ്തു, ഒരിക്കലും മുടക്കിയില്ല, കൃത്യമായി 10% റിട്ടേൺസ് ഉണ്ടാക്കി, കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഇൻക്രിമെൻറ്റും കൊടുത്തു. അദ്ദേഹം ഒരു മിസ്റ്റേക്കും ചെയ്തില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് ആ പണം, അതല്ലെങ്കിൽ ആ കറൻസി അതിൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്തില്ല എന്നൊരു പ്രോബ്ലം മാത്രമാണ്. ആ പണത്തിന് നമുക്ക് വാങ്ങിത്തരാൻ സാധിക്കുന്ന വാല്യൂ ആണ് ഇടിഞ്ഞത്. ഇൻഫ്ലേഷൻ കാരണമായിരിക്കാം, അതല്ലെങ്കിൽ ഓവറായിട്ടുള്ള മണി പ്രിന്റിംഗ് കാരണമായിരിക്കാം, അതുപോലെ 100 കണക്കിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത്രത്തോളം ആ പണത്തിൻ്റെ വാല്യൂ ഇടിഞ്ഞിട്ടും
അത്രയെങ്കിലും അതിന് വാല്യൂ ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിച്ചത് അത് പണം ഗ്രോ ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയവർക്ക് ഞാൻ ഇനി ഒരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാനായിട്ട്. ഗോൾഡും റുപ്പിയും ബിറ്റ്കോയിനും വെച്ച് മാത്രം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2010 എനിക്ക് 1 കിലോ ഗോൾഡ് വാങ്ങിക്കാൻ 18 ലക്ഷം രൂപ മാത്രം മതി. പക്ഷേ അന്ന് ഞാൻ പണം കൊടുക്കുന്നതിന് പകരം ബിറ്റ്കോയിൻ ആണ് കൊടുത്ത് ഈ 1 കിലോ ഗോൾഡ് വാങ്ങിക്കുന്നതെങ്കിൽ 5 ലക്ഷം തൊട്ട് 9 ലക്ഷം ബിറ്റ്കോയിൻ വരെ ആവശ്യമായിരിക്കും. എന്നാൽ ഇന്ന് 2025 നമ്മൾ നോക്കിയാൽ 1 കിലോ സ്വർണം എനിക്ക് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 1 കോടി രൂപയുടെ അടുപ്പിച്ച് ആവശ്യമാണ്. പക്ഷേ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ 1 കിലോ ഗോൾഡ് വാങ്ങിക്കാൻ എനിക്ക് 1 ബിറ്റ്കോയിൻ മതിയാവും. ഗോൾഡ് അതിൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഗ്രോത്ത് നോക്കിയാൽ ബിറ്റ്കോയിൻ കാണിച്ചിരിക്കുന്നത് 5 ലക്ഷം തൊട്ട് 9 ലക്ഷം ഇരട്ടി ഗ്രോത്താണ്. കറൻസി മണിയുടെ വാല്യൂ എത്രത്തോളം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണാം. ബിറ്റ്കോയിൻ്റെ ഗ്രോത്ത് ഇനിയും തുടരും. അപ്പോൾ എങ്ങനെയാണ് ഈ ബിറ്റ്കോയിന് നമ്മുടെ സമയം സേവ് ചെയ്യാൻ സാധിക്കുന്നത്? സിമ്പിൾ. നന്നായി വാല്യൂ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഇന്ന് വാങ്ങിച്ചാൽ ചുറ്റുമുള്ള മറ്റെല്ലാത്തിൻ്റെ വാല്യൂ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ലിറ്ററലി സേവിങ് ടൈം പോലെ തന്നെയാണത്. നേരത്തെ കണ്ട എക്സാമ്പിളിൽ നമ്മുടെ ഇന്നത്തെ കറൻസി മണി 30 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു വീട് വാങ്ങിക്കാൻ ഉള്ള പണം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ആൾ, എന്നാൽ നമ്മൾ സ്റ്റെപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 2015 തൊട്ട് വെറും 10,000 രൂപ മാത്രം ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ കയ്യിൽ ഇന്ന് 8 കോടി രൂപ ഉണ്ടായിരിക്കും. എത്ര വർഷമാണ് സേവ് ചെയ്യാൻ ബിറ്റ്കോയിൻ സഹായിച്ചത്? നമ്മൾ പ്രോപ്പറായി അക്യുമുലേറ്റ് ചെയ്താൽ, വാല്യൂ ഹോൾഡ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ വർഷങ്ങൾ സേവ് ചെയ്യാൻ ആ അസറ്റ് നമ്മളെ സഹായിക്കും. അതിലേത് അസറ്റാണ് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും നേരം സംസാരിച്ചത് 2 പോയിന്റ്സ് മാത്രമാണ്. ഇതേപോലെ ഇൻഡെപ്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ബിറ്റ്കോയിനിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനൊരു റിസ്കി സൈഡും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ ക്ലിയറായി മനസ്സിലാക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ച് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളും അത് ഫോളോ ചെയ്യണം. ഞാൻ ചെയ്ത കണക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ അത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഞാൻ അതും ഒന്ന് പറയാം. ലോകത്തിലുള്ള ഏതൊരു അസറ്റ് ക്ലാസ്സും അത് ഏറ്റവും ബെസ്റ്റ് ആണ് എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ പോലും നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണവും അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് എക്സ്പേർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ബിറ്റ്കോയിൻ ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണവും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഡൈവേഴ്സിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ക്രിപ്റ്റോയുടെ നിയമങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. നിങ്ങൾ ജീവിക്കുന്നത് ഏത് രാജ്യത്താണെങ്കിലും കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. രാജ്യങ്ങൾക്കും ഗവൺമെൻറ്റുകൾക്കും ഒക്കെ എതിരെ നടന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഈ ബിറ്റ്കോയിൻ എങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ലീഗലായിട്ട് കൃത്യമായിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് മിക്ക രാജ്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട്, നമുക്ക് ബിറ്റ്കോയിനിൽ വിശ്വാസമുണ്ട്, നമ്മളത് വാങ്ങാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ശരിയായിട്ടുള്ള രീതിയിൽ വാങ്ങിക്കുക, ശരിയായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുക, ശരിയായിട്ടുള്ള രീതിയിൽ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി പഠിച്ച് മാത്രം അത് ചെയ്യുക. ക്രിപ്റ്റോ സ്കാംസ് ഒരുപാട് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഒന്നിലും പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫൈനലി, ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഒരു സിഗ്നൽ തരാൻ വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾക്ക് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ കൂടുതൽ പഠനം ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ടും എടുക്കണം. നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ്, ദയവ് ചെയ്ത് നന്നായി പഠിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്രിപ്റ്റോയുടെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതും കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ.